എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ഇന്നത്തെ കഥാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. ആറന്മുള വള്ളംകളിയാലും ആറന്മുള വള്ളസദ്യയാലും ഏറ്റവും പുരാതനവും പ്രസിദ്ധവുമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ആറന്മുള ക്ഷേത്രം. ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ദേവൻ പാർത്ഥസാരഥിയായ ശ്രീകൃഷ്ണസ്വാമിയാകുന്നു. സ്വാമിയെ ഇവിടെ പ്രതിഷ്ഠിച്ചത് മധ്യമ പാണ്ഡവനായ അർജുനനാണെന്നാണ് കേൾവി. ഇവിടെ ഭഗവാന്റെ ചൈതന്യവും മഹാത്മ്യവും അത്യത്ഭുതമാകും വണ്ണം സർവ്വതാ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ബാല്യത്തിൽ അമ്പാടിയിൽ താമസിച്ചിരുന്ന കാലത്ത് ഗോപാലബാലന്മാരോട് കൂടി കളിച്ചു നടന്നിരുന്ന ആളായതുകൊണ്ടോ എന്തോ ആറന്മുള ഭഗവാന് കുട്ടികളെയും കുട്ടികളുടെ കളികളെയും കുറിച്ച് വളരെ പ്രതിപത്തിയുള്ളതായി കാണുന്നുണ്ട്. ആറന്മുള ദേവന് വഴിപാടെന്ന് സങ്കല്പിച്ച് കുട്ടികൾക്ക് തേച്ചു കുളിക്കാൻ എണ്ണയും അവർ തേച്ചു കുളിച്ചു വരുമ്പോൾ ചതുർവിധ വിഭവങ്ങളോടുകൂടി ഭക്ഷണവും മുണ്ടും മറ്റും കൊടുത്താൽ ദേവൻ പ്രസാദിക്കുകയും ഈ വഴിപാട് നടത്തുന്നവർ വിചാരിക്കുന്ന കാര്യം സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഇപ്രകാരം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് ആറന്മുളയൂട്ട് എന്നാണ് പേര് പറഞ്ഞു വരുന്നത്. ആറന്മുള ദേശത്ത് കുട്ടികൾ ആണ്ടുതോറും ധനുമാസം ആദ്യം മുതൽ അവസാനം വരെ ആ ദിക്കിലുള്ള പറമ്പുകളിലും തോട്ടങ്ങളിലും വീഴുന്ന അടയ്ക്കാമരത്തിന്റെ ഓല പെറുക്കി ശേഖരിക്കുക പതിവാണ്. ആറന്മുള അടയ്ക്കാമരം വളരെയുള്ള പ്രദേശമാകിയാൽ കവുങ്ങ് ധാരാളം ഉണ്ടായിരിക്കും. 30-40 ബാലന്മാർ കൂട്ടം കൂടി ഒരു വക അസഭ്യപ്പാട്ടുകൾ പാടുകയും തെറി പറയുകയും ചെയ്തുകൊണ്ടാണ് കവുങ്ങിൻ ഓല പെറുക്കാൻ പോകുന്നത് എന്ന് മാത്രമല്ല, അവർ ഓരോ സ്ഥലത്തും ചെന്നാൽ പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ ചെയ്യുകയും പതിവാണ്. എന്നാൽ ആരും അവരെ വിരോധിക്കുകയും ശാസിക്കുകയും ചെയ്യാറില്ല. അങ്ങനെ വല്ലതും ആരെങ്കിലും ചെയ്താൽ അവരോട് ദൈവകോപവും തന്നിമിത്തം അവർക്ക് പല വിധത്തിലുള്ള ആപത്തുകളും ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. പണ്ടൊരിക്കൽ കവുങ്ങിന്നോല പെറുക്കാൻ ചെന്ന കുട്ടികളോട് ചില വീട്ടുകാർ അസഭ്യം പറയുകയും പാടുകയും കലശൽ കൂട്ടുകയും ചെയ്യരുതെന്ന് പറഞ്ഞ് വിരോധിക്കുകയാൽ അവർക്ക് ദേവവിരോധമുണ്ടാവുകയും ഒടുക്കം അവർ ആറന്മുള നടയിൽ വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം ചെയ്യേണ്ടതായി വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലർക്കും ഉണ്ടായതിൽ പിന്നെയാണ് കവുങ്ങിങ്ങോല പെറുക്കാൻ ചെല്ലുന്ന കുട്ടികളോട് ആരുമൊന്നും പറയാതെയായത്. കൂട്ടുകൾ പെറുക്കിയുണക്കുന്ന ശേഖരിക്കുന്ന കവുങ്ങിങ്ങോലകൾ അവർ മകരസംക്രാന്തിയുടെ തലേദിവസം നടയിൽ കൊണ്ടുചെന്ന് കമ്പക്കാലുകൾ നാട്ടി അവയിൽ വെച്ച് കെട്ടി തീ കൊളുത്തും. ശ്രീകോവിലിനകത്തു നിന്ന് ഒരു തിരി കൊളുത്തി വാങ്ങി ആർപ്പ്, വായ്ക്കുരവ, വാദ്യഘോഷം മുതലായ ആഡംബരങ്ങളോടുകൂടി കൊണ്ടുവന്നാണ് ഈ കമ്പത്തിന് തീ കൊളുത്തുന്നത്. അത് ദേവന് ഏറ്റവും പ്രീതികരമായിട്ടുള്ളതാണ്. ഇത് കാണുന്നതിന് ആണ്ടുതോറും ആ ദിവസം അവിടെ അസംഖ്യം ആളുകൾ കൂടും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം പമ്പാനദിയുടെ തീരത്താണല്ലോ സ്ഥിതി ചെയ്യുന്നത്. ആ ക്ഷേത്രക്കടവിൽ അസംഖ്യം മത്സ്യങ്ങളുണ്ട്. അവയെ തിരുമക്കൾ എന്നാണ് പറഞ്ഞു വരുന്നത്. ദേവന്റെ തിരുമക്കളാകയാൽ അവയെ ആരും വലവീശിയും മറ്റും പിടിക്കാറില്ല. അവയെ പിടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നവർക്ക് ദേവകോപ നിമിത്തം പല വിധത്തിലുള്ള അനർത്ഥങ്ങൾ ഉണ്ടാകും. ആ മത്സ്യങ്ങൾക്ക് തേങ്ങാ ചിരവി അരിയും കൂട്ടി ഇളക്കി ഇട്ടുകൊടുക്കുന്നത് അവിടെ ദേവപ്രീതികരമായ ഒരു വഴിപാടാണ്. അഭീഷ്ടസിദ്ധിക്കായി പലരും ഈ വഴിപാട് ഇപ്പോഴും നടത്തി വരുന്നുണ്ട്. ചില സ്ത്രീകൾ പ്രസവിച്ചാൽ മുലയിൽ പാൽ ചുരുക്കമായിരിക്കുമല്ലോ. അങ്ങനെ വന്ന തിരുമക്കൾക്ക് മേൽപ്പറഞ്ഞ പ്രകാരം അരി കൊടുത്താൽ മതി, മുലയിൽ ധാരാളം പാലുണ്ടാകും. കുട്ടികൾ കുടിക്കുന്നതിന് അമ്മമാരുടെ മുലയിൽ പാലുണ്ടാവാൻ ഇവിടെ വേറൊരു വഴിപാട് കൂടിയുണ്ട്. അത് മഞ്ചാടിക്കുരു ശേഖരിച്ചു കൊണ്ടുവന്ന് നടയിൽ കൂട്ടുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്താലും തള്ളമാരുടെ മുലയിൽ ധാരാളമായി പാലുണ്ടാകും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം പണ്ട് ഊരാൺമക്കാരുടെ വകയായിരുന്നു. അക്കാലത്ത് ദേവസ്വം വകയായി പല സ്ഥലങ്ങളിലും മഠങ്ങളും നെൽപ്പുരകളും ഉണ്ടായിരുന്നു. ദേവസ്വം വക നെല്ലെല്ലാം പിരിച്ച് ആ നെൽപ്പുരകളിലാണ് ഇട്ട് സൂക്ഷിച്ചു വന്നിരുന്നത്. ചിങ്ങമാസത്തിൽ ഓണത്തിന് മുമ്പ് വരുന്ന പോരാട്ടത്തുനാൾ ആ നെൽപ്പുരകളിലെല്ലാം അഗതികൾക്ക് നെല്ല് കൊടുക്കുക പതിവായിരുന്നു. ആ ദിവസം നെല്ല് വാങ്ങുന്നതിനായി അനേകം അഗതികൾ നെൽപ്പുരകളിലെല്ലാം എത്തുക പതിവാണ്. ഓണത്തിന് നെല്ലില്ലാഞ്ഞിട്ട് ആ ദേശത്താരും പട്ടിണിയായി പോയി എന്ന് വരരുതെന്നാണ് ദേവന്റെ വിചാരം. പണ്ടൊരിക്കൽ പതിവ് പോലെ ഓണത്തിന് നെല്ല് കൊടുത്തപ്പോൾ നെല്ല് വാങ്ങുന്നതിനായി നാരങ്ങാനം എന്ന സ്ഥലത്തുനിന്ന് നെല്ലുപുരയിൽ ചെന്ന ഒരു സ്ത്രീക്ക് നെല്ലളവുകാർ നെല്ല് കൊടുത്തില്ല. ശേഷം എല്ലാവർക്കും നെല്ല് കൊടുത്തു. വയോവൃദ്ധയും രോഗിണിയും അഗതിയുമായിരുന്ന ആ സ്ത്രീയെ ദുഷ്ടന്മാരായ നെല്ലളവുകാർ കണ്ടിട്ടും കണ്ടില്ലെന്ന് ഭാവിച്ച് പോയി കളഞ്ഞു. നെല്ല് കിട്ടും കിട്ടുമെന്ന് ഭാവിച്ച് സന്ധ്യ വരെ ആ പാവപ്പെട്ട സ്ത്രീ അവിടെ കാത്തുനിന്നു. സന്ധ്യയായപ്പോൾ അതികലശലായ മഴ തുടങ്ങി. മഴക്കാർ കൊണ്ട് ചന്ദ്രബിംബം മൂടിപ്പോയതിനാൽ വലിയ ഇരുട്ടും വന്നു. ഒരു വിധത്തിലും പോകാൻ നിവൃത്തിയില്ലാതെ മഴ നനഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട വയോവൃദ്ധ അവിടെ തന്നെ കിടന്നു. അവൾ അന്ന് ജലപാനം പോലും കഴിച്ചിട്ടുമില്ലായിരുന്നു. വിശപ്പ് കൊണ്ടും തണുപ്പ് കൊണ്ടും പരവശയായി തീർന്ന ആ സ്ത്രീ പിറ്റേ ദിവസം നേരം വെളുക്കുന്നതിന് മുമ്പ് അവിടെ കിടന്നു തന്നെ മരിച്ചു. ഇത് നിമിത്തം അതികഠിനമായ ദേവകോപം സംഭവിക്കുകയും ഊരാളന്മാർക്കും കാരാളന്മാർക്കുമെല്ലാം പല വിധത്തിലുള്ള അനർത്ഥങ്ങൾ ഉണ്ടായി തുടങ്ങുകയും ചെയ്തു. അവർ ഇതിന്റെ കാരണം അറിയുന്നതിനായി പ്രശ്നം വെപ്പിച്ചു നോക്കിച്ചതിൽ പാവപ്പെട്ട സ്ത്രീക്ക് നെല്ല് കൊടുക്കാതെ പട്ടിണിക്കിട്ട് കൊന്നതിലുണ്ടായ ദേവകോപമാണ് അനർത്ഥ കാരണമെന്ന് കണ്ടു.
ഇതിന്റെ ദോഷപരിഹാരത്തിനായി ഊരാളന്മാരുടെയും കാരാളന്മാരുടെയും ഗൃഹത്തിൽ നിന്ന് ഓരോരുത്തർ ഇന്നും ആണ്ടുതോറും ചിങ്ങമാസത്തിൽ തിരുവോണ ദിവസം ഉപവാസമായി ക്ഷേത്രത്തിൽ താമസിക്കുകയല്ലാതെ വേറെ യാതൊരു പ്രതിവിധിയുമില്ലെന്ന് പ്രശ്നക്കാരൻ വിധിക്കുകയും ചെയ്തു. ചിങ്ങമാസത്തിൽ തിരുവോണ ദിവസം ആറന്മുള ക്ഷേത്രത്തിൽ അതികേമമായ സദ്യ പതിവുണ്ട്. ആ ദിവസം അവിടെ ചെല്ലുന്നവർക്കെല്ലാം ജാതിമതഭേദം കൂടാതെ നാനാ വിഭവങ്ങളോടുകൂടി ഭക്ഷണം കൊടുക്കുക പതിവാണ്. ഈ സദ്യക്കുള്ള സാധനങ്ങളെല്ലാം കാട്ടൂർ എന്നുള്ള സ്ഥലത്തുള്ള ദേവസ്വം വക മഠത്തിൽ നിന്ന് ശേഖരിച്ചു വെക്കുകയും അവിടെ നിന്ന് അവയെല്ലാം വലിയ കെട്ടുവള്ളങ്ങളിലാക്കി ഉത്രാടത്തുനാൾ രാത്രിയിൽ പുറപ്പെട്ട് തിരുവോണ ദിവസം അരുണോദയമാകുമ്പോൾ ആറന്മുള ക്ഷേത്രക്കടവിൽ എടുക്കുകയാണ് പതിവ്. സദ്യാസാമാനങ്ങളും കൊണ്ടുള്ള വരവ് വളരെ കേമമാണ്. സാധനങ്ങൾ വഹിച്ചുകൊണ്ടിരുന്ന വള്ളങ്ങൾ കൂടാതെ അവയ്ക്കകമ്പടിയായി ഏതാനും കളിവള്ളങ്ങളും ഉണ്ടായിരിക്കും. കളിവള്ളങ്ങളിലെല്ലാം ആളുകൾ കയറി വഞ്ചിപ്പാട്ടും പാടി കളിച്ചും വാദ്യഘോഷങ്ങളോടും ആർപ്പുവിളി, വായ്ക്കുരവ മുതലായവയോടുകൂടിയ ആ വരവ് കാണാൻ ക്ഷേത്രനടയിലും സമീപ പ്രദേശങ്ങളിലും അസംഖ്യം ആളുകൾ കൂടുക പതിവാണ്. പണ്ടൊരിക്കൽ പതിവ് പോലെ തിരുവോണത്തിന്റെ തലേദിവസം രാത്രിയിൽ സാധനങ്ങൾ വഹിച്ചുകൊണ്ടുള്ള കെട്ടുവള്ളങ്ങൾ ആഘോഷസമേതം കാട്ടൂരിൽ നിന്ന് പുറപ്പെട്ടു. ഏതാനും വഴി പോന്നപ്പോൾ സാധനങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വള്ളം മധ്യമാർഗം ഒരു സ്ഥലത്ത് കരയ്ക്കടുത്ത് ഉറച്ചു. വളരെ ആളുകൾ കൂടി പല വിധത്തിൽ ശ്രമിച്ചു നോക്കിയിട്ടും ആ വള്ളങ്ങളെ അവിടെ നിന്ന് ഇളക്കാൻ കഴിഞ്ഞില്ല. ഒരു നിവൃത്തിയുമില്ലെന്നായപ്പോൾ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ദൈവജ്ഞനെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചു നോക്കിച്ചു. അപ്പോൾ വള്ളങ്ങൾ അടുത്തിരിക്കുന്ന സ്ഥലത്തിന് സമീപം ഒരു വീട്ടിലുള്ളവർ ഗതികേട് നിമിത്തം തലേദിവസം തന്നെ ആഹാരമൊന്നും കഴിക്കാതെ ആറന്മുളയപ്പൻ തന്നെ ശരണമെന്ന് പറഞ്ഞുകൊണ്ട് പട്ടിണി കിടക്കുന്നുണ്ടെന്നും അവർക്ക് ആഹാരത്തിന് വല്ലതും കൊടുത്താൽ വള്ളങ്ങൾ ഇളകുമെന്നും പ്രശ്നക്കാരൻ വിധിച്ചു. ഉടനെ അരി കൊടുക്കാമെന്നും പറഞ്ഞ് ആ വീട്ടുകാരെ വിളിച്ചു. അവർ അരി വാങ്ങുന്നതിന് ഒരു കൊച്ചുമുറവും കൊണ്ടുവരികയും ആ മുറം നിറച്ച് അരി കൊടുക്കുകയും തൽക്ഷണം വള്ളങ്ങൾ ഇളകുകയാൽ വേഗത്തിൽ പോന്ന് ക്ഷേത്രക്കടവിൽ അടുക്കുകയും ചെയ്തു. പിന്നെ ആണ്ടുതോറും സാധനങ്ങൾ കയറ്റിക്കൊണ്ടുള്ള വള്ളത്തിൽ കയറ്റിക്കൊണ്ടു വരുമ്പോൾ ആ വീട്ടുകാരെ വിളിക്കുകയും അവരൊരു മുറവും കൊണ്ടുവരികയും കൊണ്ടുവരുന്ന മുറം നിറച്ച് അരി കൊടുക്കുകയും പതിവായി. കൊണ്ടു ചെല്ലുന്ന മുറം നിറച്ച് അരി കിട്ടുമെന്ന് കണ്ടപ്പോൾ അത്യാഗ്രഹികളായ വീട്ടുകാർ മുറത്തിന്റെ വലിപ്പം കൂട്ടി തുടങ്ങി. ആ അരി വാങ്ങുന്നതിനായി തന്നെ അവർ പ്രത്യേകം പറഞ്ഞു വലിയ മുറമുണ്ടാക്കിച്ച് ആ മുറവും കൊണ്ട് അരി വാങ്ങാൻ വരിക പതിവായി. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ അവരുടെ മേൽ ദേവകോപം ഉണ്ടാവുകയും അവർ ക്രമേണ നശിച്ച് അന്യം നിന്ന് പോവുകയും ചെയ്തു. ആറന്മുള വള്ളംകളി വളരെ പ്രധാനവും പ്രസിദ്ധവുമാണല്ലോ. ഇത് ദേവന് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളതാണ്. പണ്ട് മുതൽക്ക് അവിടെ പതിവായി വള്ളംകളി നടത്തുന്നത് ചിങ്ങമാസത്തിൽ തിരുവോണം മുതൽ ഉത്രട്ടാതി വരെയാണ്. ഉത്രട്ടാതി തിരുവാറന്മുളയപ്പന്റെ തിരുനാളാണെന്നാണ് വച്ചിരിക്കുന്നത്. ആ ദിവസത്തെ ആ ദേശത്തുള്ളവർ തിരുവോണത്തെക്കാൾ പ്രധാനമായി ആചരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള വള്ളംകളിയും അന്നാണ്. വള്ളംകളി നടത്തുന്നത് അവിടെയുള്ള കരക്കാരാകുന്നു. ആറന്മുള ദേവന്റെ സങ്കേതത്തിൽ ഉൾപ്പെട്ടതായി അനേകം കരകളുണ്ട്. ആ കരക്കാർക്ക് ഓരോരുത്തർക്കും ഓരോ വള്ളംകളിയിലുള്ള വാശിയും മത്സരം ഒട്ടും ചില്ലറയല്ല. അവരവരുടെ കളി കേമമാകണമെന്നുള്ള വിചാരം എല്ലാവർക്കുമുണ്ട്. ഇതിലേക്ക് ഓരോ ദേശക്കാരും ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം വള്ളങ്ങൾ ഉണ്ടാക്കിച്ചിട്ടുണ്ട്. ഓരോരുത്തരും മത്സരിച്ച് വള്ളത്തിന് നീളം കൂട്ടിക്കൊണ്ടിപ്പോൾ നീളമുള്ള വള്ളങ്ങൾ ധാരാളമായിരിക്കുന്നു. ചിങ്ങമാസത്തിൽ പതിവുള്ള ഈ വള്ളംകളി കൂടാതെ ചിലരുടെ പേർക്ക് വഴിപാടായിട്ടും ഇവിടെ ചിലപ്പോൾ വള്ളംകളി ഉണ്ടാകാറുണ്ട്. അതിന് 2-4 വള്ളങ്ങളല്ലാതെ ഉണ്ടായിരിക്കാറില്ല. വഴിപാട് കളിയുടെ ചിലവെല്ലാം വഴിപാടുകാരൻ തന്നെ വഹിക്കണമല്ലോ. വള്ളംകളിക്കാർക്ക് കെങ്കേമമായ സദ്യ നടത്തുകയും മറ്റും വേണ്ടതാകിയാൽ വള്ളങ്ങൾ അധികമായ ചെലവ് ദുർവഹമായി തീരുമെന്ന് വിചാരിച്ച് സാമാന്യക്കാർ വള്ളത്തിന്റെ എണ്ണം കൂട്ടൽ ആഗ്രഹിക്കുകയില്ല. 2-4 വള്ളങ്ങൾ കൊണ്ട് കളി നടത്തിക്കാൻ തന്നെ ഒരുവിധം ധനികന്മാർക്ക് സാധിക്കുകയുള്ളൂ. വള്ളസദ്യ ചടങ്ങിൽ ആദ്യം വഴിപാടുകാരൻ നിറയും പറയും വിളക്കും വെച്ച് കാത്തുനിന്ന വള്ളക്കാരെ എതിരേറ്റിരുത്തി മുറുക്കാനും മറ്റും കൊടുത്ത് സൽക്കരിക്കണം. അവർ മുറുക്കി രസിച്ച് കുറച്ചു നേരമിരുന്ന് വിശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും തേച്ചു കുളിക്കാൻ എണ്ണയും ഇഞ്ചിയും മറ്റും കൊടുക്കണം. അവർ തേച്ചുകുളി കഴിഞ്ഞ് വന്നാൽ ഉടനെ സദ്യക്ക് ഇല വെക്കണം. സദ്യയുടെ വട്ടം ഉപായത്തിലൊന്നുമായാൽ പോരാ. കാളൻ, ഓലൻ, എരിശ്ശേരി മുതലായ മലയാളക്കറികളും പരിപ്പ്, പച്ചടി, കൂട്ടുകറി, സാമ്പാർ മുതലായ പരദേശക്കറികളും അപ്പം, വട, എള്ളുണ്ട, ബോളി മുതലായവയും പപ്പടം ചെറുതും വലിയതും പഴന്നുറുക്ക്, പഞ്ചസാര മുതലായവയും ധാരാളമായിട്ടെടുത്ത് വിലക്കണം. 4 കൂട്ടൻ പ്രഥമൻ, 8 കൂട്ടം ഉപ്പേരി, അത്രയും ഉപ്പിലിട്ടവ, ഉറത്തൈര്, മോര് മുതലായവയും ധാരാളം ഉണ്ടായിരിക്കണം. ഒന്നിനും ലോപം പാടില്ല. സദ്യ വള്ളക്കാർക്ക് മാത്രം കൊടുത്താൽ പോരാ, ഉണ്ണാനായി വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കണം. എല്ലാവർക്കും സകല വിഭവങ്ങളും ധാരാളമായിട്ടുണ്ടായിരിക്കുകയും വേണം. അങ്ങനെയാണ് വള്ളസദ്യയുടെ പതിവ്. സദ്യ കഴിയുമ്പോൾ എല്ലാവർക്കും ചന്ദനം, പനിനീർ മുതലായവയും മുറുക്കാനും കൊടുക്കണം. വള്ളക്കാർ മുറുക്കി രസിച്ച് വെടികളും പറഞ്ഞ് സ്വല്പനേരം ഇരുന്നതിന്റെ ശേഷം വഴിപാടുകാരന്റെ അഭീഷ്ടം ആറന്മുളയപ്പൻ സാധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് ആശീർവദിച്ചിട്ട് യാത്രയാകും. ആ സമയം അവർക്ക് വഴിക്ക് തിന്നുന്നതിന് ധാരാളമായി വെറ്റില, പുകയിലയും അവിൽ നനച്ചതും ചുമടുകെട്ടി വള്ളത്തിൽ വെച്ചു കൊടുക്കണം. കരക്കാരിൽ പ്രധാനന്മാർക്ക് ചില സമ്മാനങ്ങളും കൊടുക്കണം.
ഇങ്ങനെ അവരെ സന്തോഷിപ്പിച്ച് വള്ളക്കടവ് വരെ അനുയാത്രയായി ചെന്ന് യാത്ര പറഞ്ഞയക്കണം. എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും തിരുവാറന്മുളയപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.